വരാനിരിക്കുന്ന LHS എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ പരിസര പഠനം ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉഭയജീവിക്ക് ഒരു ഉദാഹരണം. തവള ഉഭയജീവിയാണ്. ഏറ്റവും വലിപ്പം കൂടിയ തവള ഏതാണ്? ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഗോലിയാത്ത് തവളയാണ് ഏറ്റവും വലിപ്പം കൂടിയത്. വിത്തിൽ ആദ്യം മുളച്ച് വേരായി മാറുന്ന ഭാഗം ഏതാണ്? ബീജമൂല. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആനയാണ് കരയിലെ ഏറ്റവും വലിയ ജീവി. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി. ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടമായ ഒരു അജീവീയ ഘടകം ഏതാണ്? അത് സൂര്യനാണ്. സായാഹ്ന നക്ഷത്രം, പ്രഭാത നക്ഷത്രം എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉപഗ്രഹങ്ങൾ. തീ, ഇടിമിന്നൽ എന്നിവ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്മ അവസ്ഥയിൽ. കൂടിയാട്ടത്തിൽ സ്ത്രീവേഷം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നങ്ങ്യാർ. നമ്മുടെ സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് സംസ്ഥാന പക്ഷി. മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ സാധിക്കുന്ന പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ്. നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ് നമ്മുടെ സംസ്ഥാന മത്സ്യം. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? മൂങ്ങ. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി മണ്ണിരയാണ്. സമാധാനത്തിൻ്റെ പ്രതീകമായ പക്ഷി ഏതാണ്? സമാധാനത്തിൻ്റെ പ്രതീകമായ പക്ഷി എന്നറിയപ്പെടുന്നത് പ്രാവിനെയാണ്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമായ സവിശേഷതയ്ക്ക് പറയുന്ന പേര് എന്താണ്? അനുകൂലനം. കേരളത്തിലെ പരമ്പരാഗത നാടകീയ കലാരൂപം ഏതാണ്? കൂടിയാട്ടം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? അരുണ ആസഫ് അലി. ഭാരതീയ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 9. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കഴുകൻ. മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? ചെകിളപ്പൂക്കൾ വഴി. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? വവ്വാൽ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം 1917. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ഖിലാഫത്ത് സമരം 1920. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കേളപ്പൻ. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്. കഥകളിയുടെ ആദ്യ രൂപം ഏതാണ്? രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. മത്സ്യത്തെ കരയിലിട്ടാൽ ചത്തുപോകാൻ കാരണം എന്താണ്? കരയിലെ വായു മത്സ്യത്തിന് ശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട്. തെങ്ങോല, മുളയില എന്നിവ നെടുകെ കീറി എടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? സമാന്തര ശിരാവിന്യാസം ആയതിനാൽ.
കർഷകരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതായിരുന്നു? 1917 ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് മൈതാനം ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ് മൈതാനം. 3 ജലസസ്യത്തിൻ്റെ പേര് എഴുതാൻ. ആഫ്രിക്കൻ പായൽ, കുളവാഴ, അസോള, പിന്നെ ആമ്പൽ, താമര, ഇതെല്ലാം ജലസസ്യങ്ങളാണ്. വിത്ത് മുളച്ച് ചെടിയായി വളരുമ്പോൾ ബീജപത്രങ്ങൾ ചുരുങ്ങി വലുപ്പം കുറയുന്നതിൻ്റെ കാരണം എന്താണ്? ബീജപത്രത്തിലെ ആഹാരം ചെടി വളരാൻ ഉപയോഗിക്കുന്നതിനാലാണ് ബീജപത്രങ്ങൾ ചുരുങ്ങുന്നത്. താഴെ പറയുന്നവയിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ പെടാത്തത് ഏതാണ്? തരിശുഭൂമി കൃഷിഭൂമി ആകുന്നു. മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുന്നു. പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ടു നികത്തുന്നു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ പുനഃചംക്രമണത്തിന് വിധേയമാക്കുന്നു. പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ടു നികത്തുന്നു എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് അനുകൂലം അല്ലാത്തത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം അവസാനിച്ചത് പയ്യന്നൂരിലാണ്. എവിടെ നിന്നാണ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്? കോഴിക്കോട് നിന്ന്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. പറക്കാത്ത പക്ഷിയാണ്. മണ്ണിൽ മാളമുണ്ടാക്കി അതിൽ മുട്ടയിടുന്നു. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷിയാണ്. ആക്രമിക്കപ്പെടുമ്പോൾ തല മണ്ണിൽ ഒളിച്ചു വയ്ക്കുന്നു. വേഗത്തിൽ ഓടാൻ കഴിയും. ഏത് പക്ഷിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരം ഒട്ടകപ്പക്ഷി. INA ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. ജനഗണമനയുടെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഒരു തവള എങ്ങനെയാണ് വെള്ളത്തിൽ ശ്വസിക്കുന്നത്? ചർമ്മത്തിലൂടെയാണ് തവള ശ്വസിക്കുന്നത്. ഒരു ചെടിയുടെ ഏത് ഭാഗമാണ് അടുക്കള എന്ന് അറിയപ്പെടുന്നത്? ഇല. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉപഗ്രഹങ്ങളെ ചുറ്റുക. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ ചുറ്റുക. ചന്ദ്രനെ ചുറ്റുക. 4ാമത്തെ ഓപ്ഷൻ സ്വയം പ്രകാശിപ്പിക്കുന്നവ. ശരിയായ പ്രസ്താവന ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ ചുറ്റുക എന്നതാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എപ്പോഴാണ്? ഏത് വർഷമായിരുന്നു? 1942. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ് ഈ ഗാനം രചിച്ചത്. ജാലികാസിര വിന്യാസം ഉള്ള സസ്യങ്ങളിലെ ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ബീജപത്രങ്ങൾ. ഏറ്റവും വലിയ പക്ഷിക്കൂട് നിർമ്മിച്ച് കൂട്ടത്തോടെ വസിക്കുന്ന പക്ഷികൾ? വീവർ. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് ആദ്യമായി വിളിച്ച ദേശസ്നേഹി ആരാണ്? ഭഗത് സിംഗ്. നാരുവേര് പഠനത്തിന് ഒരു ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ്: പ്ലാവ്, മാവ്, തെങ്ങ്, തേക്ക്. ഉത്തരം പ്ലാവാണ് നാരുവേര് പഠനത്തിന് ഉദാഹരണം. സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ട് നർമ്മം കലർത്തി ചിട്ടപ്പെടുത്തിയ കേരളീയ കലാരൂപം ഏതാണ്? ഓട്ടൻതുള്ളൽ. ഏത് കലയെ പരിപോഷിപ്പിക്കാനാണ് മഹാകവി വള്ളത്തോൾ കേരള കലാമണ്ഡലം ആരംഭിച്ചത്? കഥകളി. മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ എന്ന ചിത്രം വരച്ച പ്രശസ്തനായ കേരളീയ ചിത്രകാരൻ ആരാണ്? രാജ രവിവർമ്മ. ക്രൈസ്തവരുടെ കലാരൂപം ഏതാണ്? മാർഗംകളിയാണ് ക്രൈസ്തവരുടെ കലാരൂപം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്ത തുള്ളൽ കൃതിയായ കല്യാണ സൗഗന്ധികം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ശീതങ്കൻ തുള്ളൽ. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. കഥകളിയുടെ സാഹിത്യരൂപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.